ഈ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ 3 ബിൽഡിംഗ്സ് പരിചയപ്പെടാം. അതിൽ അവസാനത്തേത് ഏതാണെന്ന് കണ്ടാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും. ഇതിൽ 3-ാം സ്ഥാനം ക്യൂബിക് ഹൗസസ് നെതർലാൻഡ്സ്. ഒറ്റ നോട്ടത്തിൽ ഈ കെട്ടിടം യഥാർത്ഥത്തിൽ വീഴാൻ പോകുന്നത് പോലെ തോന്നിക്കുന്നു. ആർക്കിടെക്റ്റായ പിയറ്റ് ബ്ലോം രൂപകൽപ്പന ചെയ്ത ഈ കെട്ടിടത്തിലെ ഓരോ ക്യൂബും 45 ഡിഗ്രി കോണിൽ ചരിഞ്ഞ് ഒരു ഷഡ്ഭുജാകൃതിയിലുള്ള സ്തംഭത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചുവരുകളും ജനലുകളെല്ലാം ചരിഞ്ഞിരിക്കുന്നത് ആളുകളെ കൗതുകപ്പെടുത്തുന്നു. ഈ കെട്ടിടം യഥാർത്ഥത്തിൽ ഒരു വനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതിലെ ഓരോ ക്യൂബും ഒരു മരത്തെ പോലെ എന്നതാണ് ബ്ലോമിന്റെ ആശയം. 2-ാം സ്ഥാനം ദ ബാസ്കറ്റ് ബിൽഡിംഗ്. അതെ, ഈ കെട്ടിടം ഒരു ഭീമൻ പിക്നിക് ബാസ്കറ്റ് പോലെയാണ്. ഒരു ബാസ്കറ്റ് നിർമ്മാണ കമ്പനിയായ ലോങ്ക ബർഗറിന്റെ ആസ്ഥാനമായിട്ടാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചത്. 1997 നിർമ്മിച്ച 7 നിലകളുള്ള ഈ കെട്ടിടത്തിന്റെ മുകളിലുള്ള കൂറ്റൻ കൈപ്പിടികൾക്ക് ഏകദേശം 150 ടൺ ഭാരമുണ്ട്. കമ്പനി പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പ്രവർത്തനം നിർത്തുകയും കെട്ടിടം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഈ നിർമ്മിതി ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി നിലകൊള്ളുന്നു. 1-ാം സ്ഥാനത്ത് ആരാണെന്ന് അറിയുന്നതിന് മുമ്പേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിൽ 1-ാം സ്ഥാനം ദ ഡാൻസിംഗ് ഹൗസ്. പ്രാഗിലെ ഈ ഡാൻസിംഗ് ഹൗസ് വളരെ വ്യത്യസ്തമായ ഒരു കെട്ടിടമാണ്. കാരണം ഇതിന്റെ രൂപം ഒരു ജോഡി നർത്തകർ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നിക്കുന്നു. ഫ്രാങ്ക് ഹെൻറിയും ബ്ലാഡോ മില്ലുണിയും ചേർന്നാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഒരു സ്ത്രീയെയും പുരുഷനെയും തോന്നിപ്പിക്കുന്ന രീതിയിൽ വളഞ്ഞ ഗ്ലാസ് ഭാഗങ്ങളും കല്ലും ചേർന്ന് ഇതിന്റെ നിർമ്മാണം നഗരത്തിന്റെ മധ്യഭാഗത്ത് ഒരു ശില്പം പോലെ വേറിട്ട് നിൽക്കുന്നു. പ്രാഗിലെ പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്ന് തന്നെയാണിത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ചെയ്യൂ.